കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയാം യാഗിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. നമുക്കെപ്പോഴും ആശ്രയിപ്പാൻ, ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാൻ ഉറപ്പുള്ള ഒരു പാറയും നമുക്കൊരു സങ്കേതവും ശൈലവും കോട്ടയും എൻ്റെ കർത്താവ്. അതുകൊണ്ട് ദാവീദ് പറയുന്നു 27-ാം സങ്കീർത്തനത്തിൽ, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം പാളയമിറങ്ങിയാലും മാംസം തിന്നാൻ വരുന്ന ശക്തികൾ നേർക്കുന്നത് വന്നാലും എൻ്റെ ഹൃദയം ഭയപ്പെടത്തില്ല. ശക്തമായ യുദ്ധം നേരിട്ടാലും, കാരണം എൻ്റെ വെളിച്ചം, എൻ്റെ രക്ഷകൻ, ഞാൻ ആശ്രയിക്കുന്ന പാറ, കോട്ട, ശൈലം, ഇതെല്ലാം ദാവീദ് പറയുക. അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകലിലും നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയണം, ഞാൻ ഭയപ്പെടത്തില്ല. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് യുദ്ധം വരട്ടെ, ഭീഷണി വരട്ടെ, ഏഷണികൾ വരട്ടെ, അന്ധകാര മണ്ഡലങ്ങൾ പൊങ്ങി വരട്ടെ, പക്ഷേ ഇതിനെല്ലാം കാൽക്കീഴാക്കുന്നവൻ, ഇതിന്മേലൊക്കെ ജയം നൽകാൻ കഴിവുള്ളവൻ, ഇതിനെയൊക്കെ കാൽക്കീഴാക്കുക മാത്രമല്ല, ഒറ്റ വാക്കുകൊണ്ട് നിശ്ചലമാക്കുന്നവൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ തന്നെ വിളിച്ചു വരുത്താനും നിർജ്ജീവമായി ഇതിനെ ജീവിപ്പിക്കാനും പുറത്തു കൊണ്ടുവരേണ്ടതിനെ പുറത്തു കൊണ്ടുവരാനും എഴുന്നേൽക്കത്തില്ലെന്ന പൈശാചിക മേഖലകൾ, അവകാശവാദം പറയുന്ന വിഷയങ്ങളെ എഴുന്നേൽപ്പിച്ച് ആത്മാവിൽ സജ്ജമാക്കാനും കഴിവുള്ള സർവശക്തനായ ഒരു കർത്താവ് കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകലിലും നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. വചനത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടാവണം. ദൈവശക്തി ഇന്ന് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഈ പകൽ അനുഭവിച്ചുകൊണ്ട് പറ, ഞാൻ ഭയപ്പെടത്തില്ല. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, കൂരിൽ താഴ്വരയിലൂടെ നടക്കേണ്ടി വരും, പോകേണ്ടി വരും. പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നു, തീയിലും വെള്ളത്തിലൂടെ കടക്കേണ്ടി വരും. പക്ഷേ ദാവീദ് പറയുന്ന 23-ാം സങ്കീർത്തനത്തിൽ, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഉറപ്പാക്കാമോ? സർവശക്തൻ എൻ്റെ കൂടെയുണ്ട്. ഇരുളനെ വെളിച്ചമാക്കുന്നവൻ എൻ്റെ കൂടെയുണ്ട്. ഏത് അന്ധകാര മണ്ഡലത്തിലും ഇറങ്ങി വരാൻ കഴിവുള്ളവൻ എൻ്റെ കൂടെയുണ്ട്. തീ ദഹിപ്പിക്കത്തില്ല, വെള്ളം മുക്കിക്കളയത്തില്ല, അല്ലെങ്കിൽ ഒഴുക്കിക്കളയത്തില്ല. അവിടെയും എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ നിർമ്മിച്ചവൻ എൻ്റെ കൂടെയുണ്ട് എന്ന് ഉറപ്പുള്ളവർ ഇന്ന് പകൽ ധൈര്യത്തോടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണമേ, ദൈവത്തെ മഹത്വപ്പെടുത്തണമേ. ഏത് പ്രതിസന്ധി വന്നാലും മുമ്പോട്ട് വിടത്തില്ല. നിൻ്റെ ശുശ്രൂഷകൾക്കെതിരെ, ആത്മീയ ജീവിതത്തിനെതിരെ, കുടുംബത്തിനെതിരെ, തലമുറകൾക്കെതിരെ വാതുകെട്ടി നിൽക്കുന്ന ശക്തമായ വെല്ലുവിളികളുടെ നടുവിലും വിളിച്ചു പറ, എൻ്റെ കൂടെ സർവശക്തനുണ്ട്, എൻ്റെ കൂടെ വിടുവിക്കുന്നവനുണ്ട്, സൗഖ്യമാക്കുന്നവനുണ്ട്, ബലം കൽപ്പിക്കുന്നവനുണ്ട്, തുറക്കുന്നവനുണ്ട്, വിളിച്ചു വരുത്താൻ കഴിവുള്ളവനുണ്ട്. ആമേൻ പറയൂ. കർത്താവ് നിങ്ങളെ സഹായിക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം വളരെ സുപരിതമാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. പ്രൈസ് ദ ലോർഡ്. പ്രിയരെ, പ്രാർത്ഥനയുടെ ഒരു ശക്തി നോക്കിക്കോണേ. സാഹചര്യങ്ങൾ എതിരായി നിൽക്കുകയാണ്, വെല്ലുവിളികൾ അവർക്കെതിരെയുണ്ട്.
പത്രോസും യോഹന്നാനും വന്ന് പ്രാർത്ഥനാ കൂട്ടത്തിൽ അഭിഷേകമുള്ളവരുടെ നടുവിൽ വിളിച്ചു പറഞ്ഞ് ചില ടെസ്റ്റ് മണികൾ കേട്ടു. ഭീഷണികൾ, വെല്ലുവിളികൾ ശക്തമാണ്. ഈ നാമത്തിൽ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ് അവരെ താക്കീത് ചെയ്ത് വിട്ടയക്കുമ്പോൾ തന്നെ അധികാരങ്ങളും ശാസ്ത്രിമാരും ന്യായാധിപ സംഘവുമൊക്കെ എതിരായി നിൽക്കുമ്പോൾ ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ നോക്കൂ, പ്രാർത്ഥനയുടെ ശക്തിയാൽ ചില അടിസ്ഥാനങ്ങൾ കുലുങ്ങണം. നമ്മൾ ഇരിക്കുന്നിടത്ത് പ്രാർത്ഥനയുടെ പവർ അറിയണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് പോലും ഫീൽ ചെയ്യാറുണ്ടോ പ്രാർത്ഥനയുടെ ശക്തി? പലപ്പോഴും അത് ജൽപ്പനമായി മാറാറില്ലേ? വെറും സംസാരം പോലെ പോകാറില്ലേ? എന്നാൽ അതല്ല, പ്രാർത്ഥനയിൽ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങണം. പ്രാർത്ഥനയിൽ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണം. പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പ്രസൻസ് ഇറങ്ങണം. മനസ്സിലായോ? എപ്പോഴാണ് ഇവർ പ്രാർത്ഥിച്ചത്? ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ പ്രാർത്ഥനാ വാചകത്തിൽ വചനത്തിൻ്റെ ശക്തി ഇറങ്ങി. പ്രിയരെ, പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ആധരത്തിലൂടെ ഇറങ്ങണം. സാഹചര്യം എതിരായിരിക്കാം, പ്രാർത്ഥിക്കാനുള്ള അറ്റ്മോസ്ഫിയർ അവിടെ ഇല്ല. നോക്കൂ, പൗലോസും ശിലാസും കാരാഗ്രഹത്തിൽ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അവിടെ പ്രാർത്ഥിക്കാനുള്ള അന്തരീക്ഷമില്ല. നിരാശയകത്ത് വരാൻ സാധ്യതയുണ്ട്. ശരീരമാസകലം മുറിവുണ്ട്, വേദന അവരെ ഭരിക്കുന്നുണ്ട്. ഇനി എപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. അടുത്തത്, തടവുള്ളിയരൊക്കെ വളരെ വേദനയോടെ കിടക്കുന്നു. സാഹചര്യങ്ങൾ നോക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന യാതൊരു സാഹചര്യമില്ലെങ്കിലും ആത്മീയനെ സംബന്ധിച്ച് സാഹചര്യത്തെ നോക്കിയല്ല, സാഹചര്യങ്ങൾ എതിരാകുമ്പോഴും ദാനിയേലിനെ പോലെ രേഖകൾ എതിരായാലും പ്രാർത്ഥിക്കാൻ മുമ്പ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥനയിൽ ഒരു ടൈം ടേബിളുണ്ട്. പ്രശ്നങ്ങളുടെ നടുവിൽ മാത്രമല്ല, പ്രശ്നങ്ങൾ വരുമ്പോഴും കുലുങ്ങാതെ കലങ്ങാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പതറി ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയില്ല ആ സമയത്ത് എന്ന് വെച്ച് ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാതെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അതിന് നേരത്തെയും പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാവണം. നോക്കൂ, അത് ഞാൻ പറഞ്ഞത്, കാരാഗ്രഹത്തിൽ പൗലോസും ശിലാസും പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്നടം കുലുങ്ങി എന്ന് പറഞ്ഞാൽ അവരെ ബന്ധിച്ച അടിസ്ഥാനങ്ങൾ പോലും കുലുങ്ങിയില്ലേ? ഇവിടെയും കണ്ടോ, പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുലുക്കം. പ്രൈസ് ദ ലോർഡ്. അഭിഷേകത്തിന്റെ ശക്തി അകത്ത് വരുമ്പോൾ ആത്മാവിന്റെ ചലനങ്ങൾ വെളിപ്പെടുകയാണ്. നോക്കൂ, അവരെങ്ങനെ പ്രാർത്ഥിച്ചത്, ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ? കർത്താവിനോട് പറയുകയാണ്, അവരൊന്നിച്ചു കൂടിയിട്ട്, കണ്ടോ, ഇസ്രയേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ ഭുജബലവും ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. വീണ്ടും അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ, സുതാര്യമായ അന്തരീക്ഷത്തിലല്ല, സന്തോഷത്തിൻ്റെ അവസ്ഥയിലല്ല പ്രാർത്ഥന അവിടെ നടന്നത്. ഇപ്പോഴോ കർത്താവേ, ഭീഷണികളെ നോക്കണമേ. അടുത്തത്, സൗഖ്യമാക്കാൻ അങ്ങയുടെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന പ്രാർത്ഥനാ വാചകം. നോക്കൂ, യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ, വിടുതലുകൾ, ദൂഷ്ടശക്തികളെ പൊട്ടിച്ചെറിയാൻ, വെല്ലുവിളികളെ തകർക്കാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്ന, അത്ഭുതം പ്രവർത്തിക്കുന്ന അങ്ങയുടെ ഭുജത്തെ പറ്റി വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ, പ്രിയരെ, പ്രാർത്ഥനയിൽ യേശുവിൻ്റെ മഹത്വം വിളിച്ചു പറയാൻ, യേശുവിൻ്റെ ശക്തി വിളിച്ചു പറയാൻ, യേശു സൗഖ്യമാക്കുന്നവനാണെന്ന് വിളിച്ചു പറയാൻ, യേശു വിടുവിക്കുന്നവനെന്ന് വിളിച്ചു പറയാൻ, യേശു എഴുന്നേൽപ്പിക്കുന്നതെന്ന് വിളിച്ചു പറയാൻ, യേശുവിനെ ടച്ച് ചെയ്യുമെന്ന് വിളിച്ചു പറയാൻ, ഭീഷണിയുടെ നടുവിലും യേശുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ നമ്മൾ പ്രാർത്ഥനയിൽ തയ്യാറാകുമ്പോൾ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൻ്റെ അനോയിന്റിങ് വരുന്നു. അവർ പരിശുദ്ധാത്മാവിൽ നിറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ജയം പ്രഖ്യാപിക്കും.
സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ കഴിയുമോ? വചനത്തിൻ്റെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തി വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന വെറും ജൽപ്പനങ്ങളായി മാറരുത്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വിളിച്ചു പറയണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വിളിച്ചു പറയണം. യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേക ചലനങ്ങൾ നമ്മുടെ അകത്ത് വെളിപ്പെടുന്ന പ്രാർത്ഥനകൾ ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ ആത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിങ്ങൾ നിറയാൻ പോകുകയാണ്. നിങ്ങൾ പുറത്തു വരാൻ പോകുകയാണ്. അതിധൈര്യത്തോടെ എഴുന്നേൽക്കാൻ പോകുകയാണ്. ഇപ്പോൾ ചില ഭീഷണികൾ, ചില വെല്ലുവിളികൾ കണ്ട് നിങ്ങൾ നടുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, യെസ്, ഞാൻ എന്തായിത്തീരും? ഇവിടെ ഞാൻ നശിക്കുമോ? ഇവിടെ ഇല്ലാതാകുമോ? സാഹചര്യങ്ങൾ എതിരാണ്. പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിച്ച്, വാചനത്തിൻ്റെ ശക്തി പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ ശക്തിയോടെ എഴുന്നേൽക്കുന്ന പകൽക്കാലമാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ സ്തോത്രം ചെയ്യുമെങ്കിൽ ദൈവാത്മാവ് നിങ്ങളെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തുക. ഇരിക്കുന്നിടത്ത് ഒരു വലിയ ചലനം വരിക. നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയാതെ പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. ആത്മാവിൻ്റെ സാന്നിധ്യം വന്നാൽ നിങ്ങളുടെ കൺട്രോൾ നഷ്ടപ്പെടും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിയോടെ നയിക്കും. അവർ ധൈര്യത്തോടെ എഴുന്നേറ്റു എന്ന് എഴുതിയിട്ടുണ്ട്. നോക്കൂ, അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്നടം കുലുങ്ങി. എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവർ ഏക ഹൃദയത്തോടെ നിന്നു. അവർ ഏക ഹൃദയത്തോടെ നിന്നെന്ന് പറഞ്ഞാൽ ഒന്നും അവർക്ക് അസാധ്യമല്ലെന്ന് അവർ പറഞ്ഞു. പാമ്പുകളെ, തേളുകളെ, ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് അവർ പറഞ്ഞു. സകലത്തെയും ചാടിക്കടക്കുമെന്ന് അവർ പറഞ്ഞു. സകല ഭീഷണികളെയും ജയിക്കാൻ ഒരു അതോറിറ്റി പ്രാപിച്ചു എന്ന് അവർ പറയുന്നു. മാത്രമല്ല, ഞങ്ങളിലൂടെ ദൈവമഹത്വം വെളിപ്പെടാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തകർച്ചകൾ മാറുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ നടക്കാത്ത വിഷയങ്ങൾ മൂവ് ചെയ്യുന്നു. വിളിച്ചു പറയാമോ? യേശുവിൻ നാമത്തിൽ ആ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കുക. ആ ദൈവമഹത്വം ഇന്ന് പകൽ കുഞ്ഞുങ്ങളെ, അഭിഷക്തന്മാരെ, സഹോദരി സഹോദരന്മാരെ, ബുദ്ധി അടച്ചതാണോ? ഇന്ന് പോലെ വിളിച്ചു പറ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ബുദ്ധി തുറക്കുക. കുടുംബജീവിതം തകർക്കപ്പെട്ടാണോ? ഈ പകൽ വിളിച്ചു പറ, ആ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബജീവിതം പണിയപ്പെടാൻ പോകുക. രോഗിയാണോ? വിളിച്ചു പറ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന കരം ഞങ്ങൾ ഇന്ന് പകൽ ഫീൽ ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരത്തിൽ തിരിച്ചറിയുന്നു. വിളിച്ചു പറ, യേശുവിൻ നാളുകളായി നടക്കാത്ത വിഷയമാണോ? ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ നടക്കും. ആ പ്രാർത്ഥനയിൽ അങ്ങനെയാണ് വന്നത്. അങ്ങനെയെങ്കിൽ ആ അടയാളങ്ങൾ സംഭവിക്കുന്ന പകൽക്കാലമാണ്. പിതാവേ, ഈ വചനം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വലിയ ആലോചനയ്ക്കായി സ്തോത്രം. അങ്ങയുടെ മഹത്വമുള്ള ഭുജത്തിനായി സ്തോത്രം. അങ്ങയുടെ മഹത്വം ഇന്ന് പകൽ ഇറക്കിയിരിക്കാൻ സ്തോത്രം. ആ സാധ്യങ്ങൾ സാധ്യമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്നട കുലുങ്ങിയെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ചിലത് കുലുങ്ങട്ടെ, പ്രാർത്ഥനയിൽ ചിലത് തുറക്കട്ടെ, പ്രാർത്ഥനയിൽ അഴിയട്ടെ, പ്രാർത്ഥനയിൽ ആത്മാവിൻ്റെ നിറവ് വരട്ടെ, പ്രാർത്ഥനയിൽ സ്പിരിച്വൽ അതോറിറ്റി വരട്ടെ. ഈ പകൽ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. ഒരു വലിയ ബലം തൻ്റെ ജനത്തിൻ്റെ മേൽ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നതിനായി സ്തോത്രം. അവരെ അലട്ടുന്ന, വിഷമിപ്പിക്കുന്ന, ക്ലേശിപ്പിക്കുന്ന ചില മണ്ഡലങ്ങളുടെ മേൽ ഈ പകൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ ആത്മാവിൻ്റെ നിറവ് വന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വലിയ പ്രവർത്തികളെ തടയുന്ന, മണ്ഡലങ്ങളെ ജയിക്കുന്ന അതോറിറ്റി എന്ന പകൽ അവിടുത്തെ ആത്മാവ് കൈമാറുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇങ്ങനെ പ്രാർത്ഥിക്കുക, വചനത്തിൽ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു വലിയ അതോറിറ്റി എന്ന പകൽ ദൈവം കൈമാറും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ